ഒരു ഇടയന് വേണ്ട 3 ക്വാളിറ്റീസിനെ കുറിച്ച് ഇന്നത്തെ ഗോസ്പൽ നന്നായി സംസാരിക്കുന്നുണ്ട്. 1, അതിവേഗം പുൽക്കൂട്ടിൽ യേശുവിനെ പോയി കാണണം. 2, യേശുവിനെക്കുറിച്ച് പറയപ്പെട്ടതെല്ലാം മറ്റുള്ളവരെ അറിയിക്കണം. 3, കണ്ടതിനെക്കുറിച്ചും കേട്ടതിനെക്കുറിച്ചും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും വേണം. ഈ ദിവസങ്ങളിൽ MTയെക്കുറിച്ച് വായിച്ചപ്പോൾ MTയിലൊരു പുരോഹിതനുണ്ടെന്ന് തോന്നി. എന്തുകൊണ്ട് എഴുത്തുകാരനായെന്ന് ചോദിച്ചപ്പോൾ MT പറഞ്ഞു, ആദ്യം മുതൽക്ക് ഞാൻ മറ്റൊന്നും ആയിരുന്നില്ല. സാഹിത്യത്തിൽ ഞാൻ കണ്ടെത്തലെ ഒരു കൃഷിക്കാരനാണ്. എൻ്റെ മണ്ണിനും കാലാവസ്ഥയ്ക്കും ചേർന്ന് വിത്തുകൾ എടുക്കാനുള്ള നാട്ടറിവ് എനിക്കുണ്ട്. നിങ്ങൾ എഴുതുന്നത് വായിക്കാൻ ആരുമില്ലെങ്കിൽ എന്ത് ചെയ്താനെന്ന് ചോദിച്ചപ്പോൾ MT പറഞ്ഞു, വഴിയിൽ കൂടി നടന്നുവരെ തടഞ്ഞു നിർത്തി ഞാൻ എൻ്റെ കഥകൾ വായിച്ച് കേൾപ്പിക്കുമായിരുന്നു. ശരിക്കും MTന്ന് ഒരുപാട് പഠിക്കാനുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് അച്ഛനായെന്ന് ചോദിച്ചാൽ ആദ്യം മുതൽക്ക് ഞാൻ മറ്റൊന്നും ആയിരുന്നില്ല എന്ന് പറയാൻ പറ്റിയിരുന്നെങ്കിലോ, ദൈവത്തിൻ്റെ കണ്ടത്തിലെ കൃഷിക്കാരനാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞെങ്കിലോ, വഴി നടന്നു പോകുന്നവരെ തടഞ്ഞു നിർത്തി ഞാൻ എൻ്റെ യേശുവിനെക്കുറിച്ച് പറഞ്ഞു കേൾപ്പിക്കുമായിരുന്നുവെന്ന് തീക്ഷ്ണതയുണ്ടായിരുന്നെങ്കിലോ. ഈ പുതുവർഷത്തിലെ ചില തീരുമാനങ്ങളാവട്ടെ ഇത്. MTയുടെ അക്കൽദാമയിൽ പൂക്കൾ വിടരുമ്പോൾ എന്ന കഥയിലൊരു വർത്തമാനമുണ്ട്. അത് ഈ പുതുവർഷത്തിലേക്കുള്ള ഒരു ഊർജ്ജമായിട്ട് കാണുന്നു. മരിച്ചുപോയ ഇന്നലെ ചൊല്ലി, ജന്മമെടുക്കാത്ത നാളെയെ ചൊല്ലി എന്തിനു വേദനിക്കുന്നു? ഇന്നിൻ്റെ മാധുര്യം നമുക്ക് അവശേഷിക്കുന്നു. നിറഞ്ഞ പാനപാത്രം നിന്നെ കാത്തിരിക്കുന്നു. 2025 എന്ന നിറഞ്ഞ പാനപാത്രം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ഹാപ്പി ന്യൂ ഇയർ.